20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ റഷ്യയിൽ ഏറ്റവുമധികം വെറുക്കപ്പെട്ട മനുഷ്യനാരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ഗ്രിഗറി റാസ്പുട്ടിൻ. അക്കാര്യത്തിൽ രണ്ടാമതെത്തിയത് റഷ്യയുടെ ചക്രവർത്തിനിയായ അലക്സാൻഡ്രയാണ്. അവരിരുവരും ചേർന്നാണ് റഷ്യയുടെ ഭരണചക്രത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. നിക്കോളാസിന്റെയും അലക്സാൻഡ്രയുടെയും ക്ഷണപ്രകാരമാണിപ്പോൾ റാസ്പുട്ടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിരിക്കുന്നത്. അയാൾ രാജകുമാരൻ അലക്സിയുടെ രക്ഷകനായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതോടൊപ്പം റാസ്പുട്ടിൻ റഷ്യയുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേക താൽപ്പര്യമെടുത്തു തുടങ്ങി. അബദ്ധങ്ങൾ നിറഞ്ഞ അയാളുടെ ഉപദേശങ്ങൾ നിക്കോളാസിനെ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ യുദ്ധമൊരിക്കലും ഉണ്ടാകില്ല എന്നായിരുന്നു റാസ്പുട്ടിന്റെ പ്രവചനം. അങ്ങനെ അയാൾക്കൊരു പിടിപാടുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് റാസ്പുട്ടിൻ ആധികാരികമായി പറഞ്ഞുകൊണ്ടിരുന്നു. റാസ്പുട്ടിന്റെ ഉപദേശങ്ങൾ അസംബന്ധങ്ങളാണെന്ന് പരിചയസമ്പന്നരായ മന്ത്രിമാർക്കും ഡ്യൂമയിലെ അംഗങ്ങൾക്കും രാജകുടുംബ അംഗങ്ങൾക്കും പെട്ടെന്ന് തന്നെ ബോധ്യമാകുമായിരുന്നു. പക്ഷെ നിക്കോളാസിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റാസ്പുട്ടിന്റെ ശത്രുക്കളുടെ എണ്ണം മുമ്പത്തേക്കാൾ എത്രയോ അധികമായി. രാജകുടുംബത്തിലെയും റഷ്യയിലെ പ്രധാനപ്പെട്ട പ്രഭുകുടുംബങ്ങളിലെയും അംഗങ്ങൾ അയാളെ എങ്ങനെ നിലയ്ക്ക് നിർത്താൻ കഴിയുമെന്നാലോചിച്ച് തലപുകയ്ക്കാൻ തുടങ്ങി. അവർക്ക് മാത്രമല്ല, റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ മേധാവികൾക്കും റാസ്പുട്ടിന് ഭയമാണ്. റാസ്പുട്ടിനെ കൊട്ടാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ജനപ്രതിനിധികളുടെ സഭയായ ഡ്യൂമയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണമെന്നും എല്ലാവരും നിക്കോളാസിനോട് ആവശ്യപ്പെട്ടു. ഡ്യൂമയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് നിക്കോളാസിനോട് അപേക്ഷിക്കാനായി കൊട്ടാരത്തിലെ മറ്റുള്ള അംഗങ്ങൾ ഗ്രാൻഡ് ഡ്യൂക്ക് പോൾ അലക്സാൻഡ്രോവിച്ചിനെ നിയോഗിച്ചു. നിക്കോളാസിന്റെ പിതാവ് അലക്സാണ്ടർ മൂന്നാമന്റെ സഹോദരനാണ് പോൾ അലക്സാൻഡ്രോവിച്ച്. അദ്ദേഹം പറഞ്ഞിട്ടുപോലും നിക്കോളാസ് ആ അപേക്ഷ തള്ളിക്കളഞ്ഞു. റഷ്യയ്ക്ക് മേലുള്ള സമഗ്രാധിപത്യം അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് കൈമാറാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് താൻ അധികാരമേറ്റെടുത്തതെന്നാണ് നിക്കോളാസ് പറഞ്ഞത്. ഇതേ ആവശ്യങ്ങൾ നിക്കോളാസിനോട് ഒരിക്കൽ കൂടി ഉന്നയിക്കാൻ നിക്കോളാസിന്റെ അമ്മ മരിയ അലക്സാൻഡ്രോവ്ന തന്നെ നേരിട്ടെത്തി. അവരും നിരാശയോടെ മടങ്ങി. കൊട്ടാരത്തിൽ തന്റെ മകൻ ഒരു പാവയാണെന്നും ഭരണം നടത്തുന്നത് അലക്സാൻഡ്രയും സൈബീരിയയിൽ നിന്ന് വന്ന തട്ടിപ്പുകാരൻ റാസ്പുട്ടിനും ചേർന്നാണെന്നും അവർ മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പോഴേക്കും ഒന്നാം ലോകയുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 1915 നിക്കോളാസ് രണ്ടാമൻ യുദ്ധമുന്നണിയിലേക്ക് പോയി. ഈ സന്ദർഭത്തിൽ കൊട്ടാരത്തിലാണ് നിക്കോളാസിന്റെ സാന്നിധ്യം ആവശ്യമെന്നും അദ്ദേഹം അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ മതിയെന്നുമായിരുന്നു നിക്കോളാസിന്റെ മുതിർന്ന മന്ത്രിമാരുടെയും നയതന്ത്രജ്ഞരുടെയും ഉപദേശം. എന്നാൽ റാസ്പുട്ടിന്റെ ഉപദേശം മറ്റൊന്നായിരുന്നു. രാജാവ് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി യുദ്ധമുന്നണിയിൽ തന്നെ ഉണ്ടാകണം. യുദ്ധം വിജയിക്കാൻ അത് അത്യാവശ്യമാണ്. റാസ്പുട്ടിന്റെ അഭിപ്രായത്തെ അലക്സാൻഡ്രയും പിന്താങ്ങി. നിക്കോളാസ് അവരുടെ തീരുമാനം സ്വീകരിച്ചുകൊണ്ട് അതിർത്തിയിലേക്ക് പോയി. ചക്രവർത്തി യുദ്ധം ചെയ്യാൻ പോവുകയും പത്നി അലക്സാൻഡ്ര ഭരണമേറ്റെടുക്കുകയും ചെയ്തു. രാജഭരണം പൂർണ്ണമായും റാസ്പുട്ടിന്റെ നിയന്ത്രണത്തിലാകുന്ന കാഴ്ചയാണ് പിന്നീട് റഷ്യ കണ്ടത്. അയാൾ പറയുന്നതനുസരിച്ച് അലക്സാൻഡ്ര മന്ത്രിമാരെ പിരിച്ചുവിടുകയും നിയമിക്കുകയും ചെയ്തു. അതിർത്തിയിൽ റഷ്യ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. ജർമ്മൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ റഷ്യൻ സൈനികർ പണിപ്പെടുന്നു. സാഹചര്യങ്ങൾ ഇത്രത്തോളം ഗുരുതരമായി തുടരുമ്പോൾ പോലും ഒരു ഉത്തരവാദിത്വവുമില്ലാതെ അലക്സാൻഡ്ര പ്രധാന പദവിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിടുകയും പകരം റാസ്പുട്ടിന്റെ ഇഷ്ടക്കാരെ നിയമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ യുദ്ധകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വാർ മിനിസ്റ്ററെ പോലും മാറ്റിയത് വലിയ ചർച്ചയായി. ഇംപീരിയൽ റഷ്യൻ ആർമിയിലെ അതിപ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരുന്ന അലക്സി പോളിവാനോവായിരുന്നു അപ്പോൾ യുദ്ധകാര്യമന്ത്രി. അദ്ദേഹത്തെ മാറ്റാൻ അലക്സാൻഡ്ര പറഞ്ഞ കാര്യമാണ് രസകരം. യുദ്ധകാര്യമന്ത്രിയായി പോളിനോവ് തുടരുന്നതിൽ എനിക്ക് താൽപ്പര്യമില്ല. അയാൾ നമ്മുടെ സുഹൃത്തിന്റെ ശത്രുവല്ലേ,
റാസ്പുട്ടിനെക്കുറിച്ചാണ് അവർ നമ്മുടെ സുഹൃത്തെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് റഷ്യയുടെ രാജസദസ്സിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിങ്ങനെ തുടരാൻ അനുവദിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് കുടുംബാംഗങ്ങൾക്ക് തന്നെ തോന്നി. റാസ്പുട്ടിനെ വകവരുത്തുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ചിലർ ആ സാധ്യതയെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിച്ചു തുടങ്ങി. 1916 ഡിസംബർ 2 ചേർന്ന ഡ്യൂമയിൽ രാജ്യത്തെ പ്രമുഖ ദേശീയവാദിയും രാജവാഴ്ചയെ അനുകൂലിക്കുന്ന വ്യക്തിയുമായ വ്ളാഡിമർ പുരുഷ്കെവിച്ച് നിശ്ചിതമായ ഭാഷയിൽ നിക്കോളാസിനെ വിമർശിച്ചു. സിംഹാസനം ഇരുണ്ട ശക്തികളുടെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. ഈ സംവിധാനം ഇങ്ങനെ അധികകാലം നിലനിൽക്കില്ലെന്ന് ഡ്യൂമയിലെ തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം നിക്കോളാസിന് മുന്നറിയിപ്പ് നൽകി. സാർ ചക്രവർത്തിക്കും അലക്സാണ്ട്രയ്ക്കും റാസ്പുട്ടിനുമെതിരായുള്ള നിശിതമായ വിമർശനങ്ങൾ നിറഞ്ഞതായിരുന്നു ആ പ്രസംഗം. നമ്മൾക്ക് മുന്നിൽ വിപ്ലവകാരികൾ ഉയർത്തുന്ന ഭീഷണിയുണ്ട്. ഒരു നിഗൂഢ വ്യക്തിക്ക് അധികകാലം റഷ്യയെ ഭരിക്കാൻ കഴിയില്ല. ഈ മുന്നറിയിപ്പോടെയാണ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള തന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത്. അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം അലക്സാണ്ട്രയ്ക്കെതിരെയും ആഞ്ഞടിച്ചിരുന്നു. സാർ ചക്രവർത്തിയുടെ മന്ത്രിമാർ ചരടുകെട്ടി നിയന്ത്രിക്കപ്പെടുന്ന പാവകളെപ്പോലെയാണെന്നും അവരുടെ നിയന്ത്രണം റാസ്പുട്ടിന്റെയും റഷ്യയുടെ ചക്രവർത്തിനിയായ അലക്സാണ്ട്രയുടെയും കൈകളിലാണെന്നും വ്ളാഡിമർ പുരുഷ്കെവിച്ച് പറഞ്ഞു. അലക്സാണ്ട്ര റഷ്യയുടെ സിംഹാസനത്തിലിരിക്കുമ്പോഴും ജർമ്മൻകാരിയായി തുടരുന്നുവെന്ന് അയാൾ പരുഷമായി പറഞ്ഞു. അന്നത്തെ വ്ളാഡിമർ പുരുഷ്കെവിച്ചിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനായി ഒരാൾ കാത്തുനിന്നിരുന്നു. പ്രിൻസ് ഫെലിക്സ് യൂസുപ്പോവ്. സാർ ചക്രവർത്തിയുടെ മൂത്ത സഹോദരി സീനിയയുടെ മകൾ ഐറീനയുടെ ഭർത്താവാണ് പ്രിൻസ് ഫെലിക്സ് യൂസുപ്പോവ്. അദ്ദേഹം ഡ്യൂമയിൽ വ്ളാഡിമർ പുരുഷ്കെവിച്ച് നടത്തിയ പ്രസംഗം പൂർണ്ണമായും കേട്ടിരുന്നു. അധികം ആമുഖമൊന്നുമില്ലാതെ അയാൾ തന്റെ ഉള്ളിലെ രഹസ്യം വ്ളാഡിമർ പുരുഷ്കെവിച്ചിനോട് പറഞ്ഞു. താൻ റാസ്പുട്ടിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. തനിക്കൊപ്പം മറ്റു ചിലരുമുണ്ട്. താങ്കൾക്ക് ഞങ്ങളോട് സഹകരിക്കാൻ കഴിയുമോ? താൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കേട്ടതുപോലെയാണ് വ്ളാഡിമർ പുരുഷ്കെവിച്ചിന് തോന്നിയത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തു. ഗൂഢാലോചന യഥാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തുടക്കത്തിൽ 2 പേരാണ് അതിൽ പങ്കെടുത്തത്. പ്രിൻസ് ഫെലിക്സ് യൂസുപ്പോവും ഗ്രാൻഡ് ഡ്യൂക്ക് ദിമിത്രി പൗലോവിച്ചും. നിക്കോളാസ് രണ്ടാമന്റെ അനന്തരവന്മാരിൽ ഒരാളാണ് ദിമിത്രി പൗലോവിച്ച്. മുമ്പ് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രി ഓൾഗയുമായി ദിമിത്രി പൗലോവിച്ചിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ അയാൾ ഒരു സ്വവർഗാനുരാഗിയാണെന്ന ആരോപണത്തെ തുടർന്ന് ആ വിവാഹാലോചന ഒഴിവാക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് റാസ്പുട്ടിനെ വധിക്കാനുള്ള പദ്ധതിക്ക് പ്രാഥമിക രൂപം നൽകി. പിന്നീട് ഡ്യൂമയിലെ പ്രധാനപ്പെട്ട ഒരംഗമായ വ്ളാഡിമർ പുരുഷ്കെവിച്ചിനെയും ഈ രഹസ്യ നീക്കത്തിൽ പങ്കാളിയാകാൻ ക്ഷണിച്ചു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അവർ തയ്യാറാക്കിയ പദ്ധതി വളരെ ലളിതമായിരുന്നു. പ്രിൻസ് ഫെലിക്സ് യൂസുപ്പോവ് റാസ്പുട്ടിനുമായി സൗഹൃദത്തിലാവുക, എന്നിട്ട് അയാളെ പറഞ്ഞുമയക്കി സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് അയാളെ വധിക്കാം. കൂടുതൽ സഹായത്തിനും പിന്തുണയ്ക്കുമായി 2 സുഹൃത്തുക്കളെ കൂടി അവരൊപ്പം കൂട്ടി. ലഫ്റ്റനന്റ് സെർജി മിഖലോവിച്ചും സ്റ്റാനിസ്ലാവോസ് ഡി ലാസോവർട്ടും. റാസ്പുട്ടിനെ വധിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അതിനുവേണ്ടി അധികം കാത്തിരിക്കേണ്ടതില്ലെന്നാണ് സംഘത്തിന്റെ തീരുമാനം. തൊട്ടടുത്ത ഡിസംബർ 16 അർദ്ധരാത്രി മുതൽ അടുത്ത പുലർച്ചയ്ക്ക് മുൻപ് വരെയുള്ള സമയത്തിനുള്ളിൽ റാസ്പുട്ടിനെ വകവരുത്തണം. അവർ സമയവും തീയതിയും തീരുമാനിച്ചു കഴിഞ്ഞു. ഫെലിക്സ് യൂസുപ്പോവ് ഒരിക്കൽ റാസ്പുട്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ പരിചയം പുതുക്കി അയാളെ വശത്താക്കണം. റാസ്പുട്ടിന്റെ ലൈംഗിക താൽപ്പര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫെലിക്സ് യൂസുപ്പോവിന്റെ ഭാര്യ ഐറീന അതിസുന്ദരിയാണ്. അവരെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ റാസ്പുട്ടിൻ തീർച്ചയായും തനിക്കൊപ്പം വരും.
റാസ്പുട്ടിൻ പതിവായി പോകുന്ന സ്ഥലങ്ങളും ഏതൊക്കെ സമയത്ത് അയാൾ അവിടെയൊക്കെ പോകുമെന്ന കാര്യവും അവർ കുറച്ചു ദിവസത്തെ നിരീക്ഷണത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കി. അർദ്ധരാത്രി കഴിഞ്ഞാൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ റാസ്പുട്ടിന്റെ അപ്പാർട്ട്മെന്റിൽ കാവൽക്കാരുണ്ടാകില്ലെന്ന കാര്യവും അവർ ശ്രദ്ധിച്ചു. ഫെലിക്സ് യൂസുപ്പോവിന്റെ അടുത്ത സ്നേഹിതയായ മരിയ ഗോളവിന വഴിയാണ് ഇത്തവണ അയാൾ റാസ്പുട്ടിനുമായുള്ള പരിചയം പുതുക്കിയത്. മരിയ ഇപ്പോൾ റാസ്പുട്ടിന്റെ ഭക്തയാണ്. യൂസുപ്പോവ് അവരോട് തനിക്ക് തുടർച്ചയായി നെഞ്ചുവേദന അനുഭവപ്പെടുന്നുവെന്നും ഡോക്ടർമാർ നോക്കിയിട്ട് ഒരു പരിഹാരവുമില്ലെന്നും പറഞ്ഞു. സ്വാഭാവികമായും മരിയ അയാളോട് റാസ്പുട്ടിനെ കാണാൻ നിർദ്ദേശിച്ചു. സ്വന്തം വീട്ടിൽ തന്നെ അതിനുള്ള സൗകര്യവും ഒരുക്കി. വളരെ പെട്ടെന്ന് തന്നെ ഫെലിക്സ് യൂസുപ്പോവ് റാസ്പുട്ടിനുമായി സൗഹൃദത്തിലായി. ഈ ബന്ധം പുറത്താരും അറിയരുതെന്നൊരു നിബന്ധനയും ഫെലിക്സ് യൂസുപ്പോവ് വച്ചിരുന്നു. ആ കാര്യം റാസ്പുട്ടിൻ അംഗീകരിച്ചു. അങ്ങനെ ഗൂഢാലോചനക്കാർ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. റാസ്പുട്ടിനാകട്ടെ താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അയാൾ തന്റെ ഭാവി മുൻകൂട്ടി കണ്ടിട്ടെന്ന പോലെ ഒരു കുറിപ്പെഴുതി തയ്യാറാക്കി. ഞാൻ കൊല്ലപ്പെടുന്നത് റഷ്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൈകൊണ്ടാണെങ്കിൽ നിക്കോളാസിന് അദ്ദേഹത്തിന്റെ വിധിയെക്കുറിച്ച് ഭയപ്പെടാനൊന്നുമില്ല. റൊമാനോവ് രാജവംശം ഇനിയും ഒരു 100 വർഷവും അതിൽ അധികവും കാലം തുടരും. അതേസമയം പ്രഭുക്കന്മാരോ സാർ ചക്രവർത്തിയുടെ കുടുംബാംഗങ്ങളോ ആണ് എന്റെ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ ഭീകരമായിരിക്കും രാജകുടുംബത്തിന്റെയും റഷ്യയുടെയും ഭാവി. പ്രഭുവംശജർ രാജ്യം വിട്ടോടും. സാർ ചക്രവർത്തിയുടെ കുടുംബാംഗങ്ങൾ പിന്നീട് 2 വർഷത്തിലധികം ജീവിച്ചിരിക്കില്ല. സഹോദരന്മാർക്കെതിരെ തിരിയും. അവർ പരസ്പരം കൊല്ലും. ഒടുവിൽ 1916 ഡിസംബർ 16 വന്നെത്തി. അന്ന് റാസ്പുട്ടിന് ഒരു മോശം ദിവസമായിരുന്നു. രാവിലെ മുതൽ അയാൾ കാരണമില്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇന്ന് വൈകുന്നേരം പ്രിൻസ് ഫെലിക്സ് യൂസുപ്പോവ് അയാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തോ അസ്വസ്ഥത പോലെ, ഉള്ളിലിരുന്നാരോ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ. അന്ന് രാത്രി പറഞ്ഞിരുന്ന സമയത്ത് തന്നെ റാസ്പുട്ടിനെ കൊണ്ടുപോകാൻ ഫെലിക്സ് യൂസുപ്പോവ് എത്തി. റാസ്പുട്ടിന്റെ അപ്പാർട്ട്മെന്റിന് പിറകിലുള്ള വഴിയിലൂടെ ഇരുവരും പുറത്തിറങ്ങി. പുറത്ത് കാത്തുകിടന്ന കാറിൽ അവർ ഫെലിക്സ് യൂസുപ്പോവിന്റെ വീട്ടിലെത്തി. അവിടെ റാസ്പുട്ടിനെ സ്വീകരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ മുകൾ നിലയിൽ ഗൂഢാലോചനാ സംഘത്തിലെ മറ്റുള്ളവർ കാത്തിരിപ്പുണ്ട്. റാസ്പുട്ടിനെയും കൂട്ടി യൂസുപ്പോവ് അകത്തേക്ക് പ്രവേശിച്ചു. മുകളിൽ ഐറീനയും സുഹൃത്തുക്കളുമാണെന്നും അവരെ കാണാൻ വന്ന ചിലർ ഇനിയും പോകാനുണ്ടെന്നും അവർ പോയാലുടൻ ഐറീന താഴേക്ക് വരുമെന്നും ഫെലിക്സ് യൂസുപ്പോവ് റാസ്പുട്ടിനോട് പറഞ്ഞു. അതുവരെ താഴെയിരുന്ന് മദ്യപിക്കാൻ അയാളെ ക്ഷണിച്ചു. മദ്യവും സൈനൈഡ് കലർന്ന കേക്കുകളും അവിടെ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്നു. യൂസുപ്പോവ് അത് വിളമ്പി. പക്ഷേ ഐറീന വന്നിട്ട് കഴിക്കാൻ തുടങ്ങാമെന്ന നിലപാടിലായിരുന്നു റാസ്പുട്ടിൻ. പരിഭ്രാന്തനായ യൂസുപ്പോവ് പെട്ടെന്ന് മടങ്ങാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി അവിടെയുള്ള സുഹൃത്തുക്കളോട് കാര്യങ്ങൾ പറഞ്ഞു. ഈ വീടിന് തൊട്ടടുത്തായി ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. വെടിയൊച്ച കേട്ടാൽ സ്റ്റേഷനിലുള്ളവർ ശ്രദ്ധിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് തോക്കുപയോഗിക്കാതെ സൈനൈഡ് ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചത്. ഒരിക്കൽ കൂടി ഭക്ഷണം കഴിക്കാൻ റാസ്പുട്ടിനെ നിർബന്ധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യൂസുപ്പോവ് താഴേക്ക് മടങ്ങി. അയാൾ താഴെ എത്തിയപ്പോൾ റാസ്പുട്ടിൻ കേക്ക് കഴിക്കാൻ തുടങ്ങിയിരുന്നു. യൂസുപ്പോവ് ആശ്വാസത്തോടെ അയാൾ വീഴുന്നതും കാത്ത് അവിടെയിരുന്നു. സൈനൈഡ് ഉള്ളിൽ ചെന്നാൽ പെട്ടെന്ന് മരണം സംഭവിക്കേണ്ടതാണ്. പക്ഷേ 1-2 മണിക്കൂറായിട്ടും റാസ്പുട്ടിന് വലിയ കുലുക്കമൊന്നുമില്ല. പരിഭ്രാന്തനായ യൂസുപ്പോവ് ഒരിക്കൽ കൂടി മുകളിലേക്ക് പോയി. അയാൾ പൗലോവിച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുമെടുത്ത് പെട്ടെന്ന് താഴേക്ക് വന്നു. തോക്ക് അയാൾ പിന്നിൽ മറച്ചു പിടിച്ചിരുന്നു. പിന്നിലൂടെ വന്ന യൂസുപ്പോവ് റാസ്പുട്ടിനോട് മുറിയിലെ ക്രൂശിത രൂപത്തെ നോക്കി പ്രാർത്ഥിച്ചു കൊള്ളാൻ പറഞ്ഞു. എന്നിട്ടയാൾ പെട്ടെന്ന് തന്നെ റാസ്പുട്ടിന് നേരെ നിറയൊഴിച്ചു. വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ ഓടി താഴേക്ക് വന്നപ്പോൾ റാസ്പുട്ടിൻ വെടിയേറ്റ് വീണ് കിടക്കുകയാണ്. അയാൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അയാൾ നിശ്ചലനായി.
ആ ജോലി തീർന്നിരിക്കുന്നു. ആശ്വാസത്തോടെ ഒരു ചെറിയ ആഘോഷത്തിനായി അവർ മുകളിലേക്ക് പോയി. 1 മണിക്കൂറിന് ശേഷം യൂസുപ്പോവ് തിരികെ വന്നപ്പോൾ റാസ്പുട്ടിൻ കണ്ണു തുറന്ന് തന്നെ നോക്കുന്നതാണ് കണ്ടത്. അയാൾ മരിച്ചിട്ടില്ല. പെട്ടെന്ന് റാസ്പുട്ടിൻ ഒരു വലിയ ശബ്ദത്തോടെ എഴുന്നേറ്റ് വന്ന് അയാളുടെ കഴുത്തിൽ പിടിച്ചു. കഷ്ടപ്പെട്ട അയാൾ ആ പിടിയിൽ നിന്ന് കുതറി രക്ഷപ്പെട്ടു. അയാൾ തന്റെ സ്നേഹിതന്മാരെ തേടി അകത്തേക്ക് ഓടുമ്പോൾ റാസ്പുട്ടിൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. ഒച്ച കേട്ട് മുകളിൽ നിന്ന് പാഞ്ഞു വന്നവർ റാസ്പുട്ടിന് നേരെ തുടർച്ചയായി വെടിവച്ചു. വീണ്ടും റാസ്പുട്ടിൻ വീണു. റഷ്യയെയും വലിയൊരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി കുടുംബത്തെയും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ഗ്രിഗറി റാസ്പുട്ടിന്റെ ജീവിതം അവസാനിച്ചു. ഗൂഢാലോചനക്കാർ അയാളുടെ ശരീരം നേവ നദിയിലേക്ക് കൊണ്ടുപോയി. നദിയിലെറിഞ്ഞാൽ അത് മുകളിലേക്ക് പൊങ്ങിവരാൻ സാധ്യതയുള്ളതിനാൽ അത് ഒരു വലിയ ഐസ് ഹോളിനുള്ളിലേക്ക് കടത്തിവെച്ചിട്ട് അവർ മടങ്ങി. പിറ്റേ ദിവസം റാസ്പുട്ടിനെ കാണാനില്ലെന്ന വാർത്ത എല്ലായിടത്തും പരന്നു. 2 ദിവസത്തിനുള്ളിൽ നേവ നദിയിൽ നിന്നും ശരീരം വീണ്ടുകിട്ടി. വളരെ സ്വകാര്യമായിട്ടാണ് റാസ്പുട്ടിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും വിളറി വെളുത്ത മുഖങ്ങളുമായി സാർ ചക്രവർത്തിയും കുടുംബാംഗങ്ങളും സംസ്കാര ചടങ്ങുകളിൽ മുഴുവൻ സമയവും പങ്കെടുത്തു. അവരെ കാത്തിരുന്ന വിധി റാസ്പുട്ടിൻ പ്രവചിച്ചതിനേക്കാൾ ഭീകരമായിരുന്നു. മരണാനന്തരം റാസ്പുട്ടിൻ പലതരത്തിലാണ് അനുസ്മരിക്കപ്പെട്ടത്. അയാളുടെ മക്കളും ആരാധകരും അയാളൊരു വിശുദ്ധനായിരുന്നുവെന്ന് ആവർത്തിച്ചു. ഗൂഢാലോചനക്കാർ പിടിയിലായി. കുറ്റവിചാരണ വേളയിൽ യൂസുപ്പോവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏറ്റവും ഒടുവിലാണ് എനിക്ക് ആ കാര്യം ശരിക്കും ബോധ്യമായത്. അയാൾ ഒരു സാത്താനായിരുന്നു. അനേകരുടെ ഉള്ളിൽ വിശുദ്ധനായും മാന്ത്രികനായും സാത്താനായും ഭ്രാന്തൻ സന്യാസിയായും ഗ്രിഗറി റാസ്പുട്ടിൻ ഇന്നും ജീവിക്കുന്നു.